ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ്. ഞാൻ രൂപേഷ്. അപ്പം 4ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ യാത്ര തുടരുകയാണ്. എന്ത് മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് നമ്മളുടെ യാത്ര എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനിയും ഒട്ടനവധി മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ കൂടാനും ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറക്കരുത്. എല്ലാം ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ മുന്നോട്ട് പോകാനുള്ള ഊർജം. ഇത് പലരും പറഞ്ഞതാണ്, ഞാനും പറയുന്നു, അവിടെ കിടക്കട്ടെ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ആ ഒരു ദൃശ്യ മികവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പിൻ്റെയും ഈ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരുപാട് മരങ്ങളിൽ നല്ല പൂവുകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ഗ്രാമഭംഗികളിലൂടെയാണ് നമ്മളുടെ യാത്ര. ഒരുപാട് രസകരമായ നിമിഷങ്ങളിലൂടെ അല്ലെങ്കിൽ രസകരമായ കാഴ്ചകളിലൂടെ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ മുന്നിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്കുള്ള യാത്രയിലാണ്. വയനാട്ടിലേക്കുള്ള യാത്ര എന്തിനാണ് അതൊക്കെ അറിയാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേക ഒരു വൈബാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ വീടുകളിലൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് ഈ ഒരു പ്രദേശത്തൊക്കെ അല്ലേ. ഇത്രയും ചെറിയ വീടുകളൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ ശരിക്കും കാണാനില്ല എന്ന് തന്നെ പറയാം. ഇവിടുത്തെ വീടുകളൊക്കെ വളരെ ചെറുതും ഇവരുടെ സ്വപ്നങ്ങളൊക്കെ വളരെ വലുതുമാണ്. ശരിക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വലിയ വലിയ വീടുകളും ഒരുപാട് കടങ്ങളും ആയിരിക്കും. സ്വപ്നങ്ങളൊട്ടും ഉണ്ടാവില്ല. സ്വപ്നം കാണാൻ പറ്റില്ലല്ലോ, കാരണം EMI അടയ്ക്കാനല്ലേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ നാട് ഇവരുടെ നാട് തമ്മിലൊരു വ്യത്യാസമായിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, എതിരഭിപ്രായമുള്ളവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് തമിഴ്നാടിനോട് വിട പറയാനുള്ള ഒരു സാഹചര്യത്തിലാണ്. നമ്മൾ വയനാട്ടിലേക്ക് കയറാൻ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഇത്രയും നേരം നിങ്ങളൊക്കെ കണ്ടത്, 2, 3, 4 പാർട്ടുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി വയനാട്ടിൽ എത്തിയിട്ടുള്ള വളരെ എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ് ഉള്ള ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.
മനോഹരമായ ഒട്ടനവധി ചായത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മളുടെ യാത്ര. ഈ ഒരു യാത്രയിൽ നമ്മൾ ചായത്തോട്ടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നും നമുക്ക് ബോറടിക്കില്ല. ചായത്തോട്ടങ്ങൾ ശരിക്ക് എനിക്ക് എത്ര കണ്ടാലും ബോറടിക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ചായത്തോട്ടങ്ങൾ കേട്ടോ. ശരിക്കും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയണത് നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. ശരിക്കും അതിലൂടെ നമ്മൾ എത്ര യാത്ര ചെയ്താലും എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത ഒന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ചായത്തോട്ടങ്ങൾ. അത് മൂന്നാറിലായിക്കോട്ടെ, വയനാട്ടിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ കൊടൈക്കനാൽ പോയാലും എവിടെയാണെങ്കിലും, ഊട്ടി പോകുമ്പോഴും ചായത്തോട്ടങ്ങൾ കുറച്ചൊക്കെ കാണാം. അപ്പോൾ എന്തായാലും എവിടെയാണെങ്കിലും നമുക്ക് ആ ചായത്തോട്ടങ്ങളുടെ ഒരു ഭംഗി ഓരോ പ്രദേശത്തിനനുസരിച്ച് അതിൻ്റെ ഭംഗിയിൽ മാറ്റം വരുന്നുണ്ട്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും അതിൻ്റെ ഭംഗിയിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാട്ടോ, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ ആളൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ നിങ്ങളെ എത്രത്തോളം കുളിരണിയിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്താണ് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ, ഞാൻ വീണ്ടും പറയാണ്, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ കാണണേ, സപ്പോർട്ട് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തമിഴ്നാടിനോട് വിട പറയുകയാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിന്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് എത്തി, വയനാട്ടിലേക്ക് എത്തി. ഇനി അവിടുന്ന് നമ്മൾ ബത്തേരിക്കാണ് പോകുന്നത്. ബത്തേരി വഴി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ, എത്ര പേർക്ക് അറിയാമെന്ന് നോക്കാലോ. നമ്മളുടെ വീഡിയോ ഈ ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടാവും. അപ്പം എന്തായാലും കണ്ണിമേ ചിമ്മാതെ നമ്മളുടെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. അടുത്ത എപ്പിസോഡിലാണ് നമ്മളുടെ ആ ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും നിങ്ങളുടെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവണം. നമ്മളുടെ യാത്രകൾ മനോഹരമാവണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഇനി കേരളത്തിലൂടെയുള്ള യാത്രയിലേക്കാണ് പോകുന്നത്. കേരളത്തിൻ്റെ യാത്ര നിങ്ങളൊന്ന് ആസ്വദിക്കും. കേരളത്തിലെ റോഡുകളും മനോഹരമാണ് കേട്ടോ, അതിമനോഹരമാണ്, അടിപൊളിയാണ്. കേരളത്തിലൂടെ വണ്ടി ഓടിക്കാനും പ്രത്യേക ഫീലാണ്, പ്രത്യേക സുഖമാണ്. അത് ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. എല്ലായിടത്തും മോശം റോഡുകൾ മാത്രമല്ല ഉള്ളത്, നല്ല റോഡുകളുള്ള സ്ഥലങ്ങളും കേരളത്തിലുണ്ട്.
നമ്മളിപ്പോൾ കേരളത്തിൽ വയനാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഒരു തമിഴ്നാടിൻ്റെ ഒരു ഛായ പോലെ നമുക്ക് തോന്നൂല്ലേ, തമിഴ്നാട്ടിൽ തന്നെയാണ് എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ യാത്രകൾ തുടരട്ടെ, യാത്രകൾ തുടരും. യാത്രകൾ തുടരണമെങ്കിൽ നിങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവണം. ഹെൽമെറ്റ് വാങ്ങേണ്ടി വരുമോ? ഹെൽമെറ്റ് ഇടേണ്ടി വരുമോ? വലിയ കുഴപ്പമൊന്നുമില്ല റോഡ്. ഇതെന്തോ ജോലി ഉണ്ടോ അച്ഛയോ